പല ആളുകളും ബന്ധപ്പെട്ടു. അവർ പറഞ്ഞു എൻ്റെ $3000 പോയി, എൻ്റെ 4000 പോയി, എൻ്റെ 12000 പോയി ചെയ്യുക. അതിൽ ഡെപ്പോസിറ്റ് എന്ന് പറയുന്നതാണ് ബാങ്ക് കാർഡിൽ നിന്ന് നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യാം. ഹായ്, നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഒരു ട്രേഡിംഗ് ആപ്പ്. അതിലൂടെ അതിലെങ്ങനെ നമ്മളൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നു, അത് എങ്ങനെയെന്നുള്ളത് കാണിക്കുന്നുണ്ട്. അതിന് മുൻപ് നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതും കൂടി പറഞ്ഞിട്ട് നമുക്ക് അത് ഓപ്പണിങ്ങിൻ്റെ പരിപാടിയിലേക്ക് പോകാം. നമ്മളിതിന് മുൻപ് ചെയ്ത വീഡിയോ ട്രേഡിങ്ങിനെ കുറിച്ചായിരുന്നു. ഞാൻ ട്രേഡിങ് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എനിക്കുണ്ടായ ഒരു അനുഭവം, അതിൻ്റെ കൂടെ ട്രേഡിങ് ഇനി എങ്ങനെ ചെയ്യാം എന്നുള്ളതൊക്കെയാണ് പറഞ്ഞത്. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടുവരിക. ആ ട്രേഡിങ്ങിൻ്റെ ഫസ്റ്റുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ കയറിയിട്ട് ഉണ്ടായ ഒരു അനുഭവം കൂടുതലും മനസ്സിലാക്കാതെ പഠിക്കാതെയും ചെയ്തതുകൊണ്ടുണ്ടായ ഒരു ദുരനുഭവമാണ്. അപ്പോൾ ആ ഒരു വീഡിയോ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്കായിട്ട് എനിക്ക് കിട്ടിയത് ഒരുപാട് ആളുകളുടെ റിയൽ സ്റ്റോറികളാണ്. പല ആളുകളും ബന്ധപ്പെട്ടു. അവർ പറഞ്ഞു എൻ്റെ $3000 പോയി, എൻ്റെ 4000 പോയി, എൻ്റെ 12000 പോയി, അങ്ങനെ ഒരുപാട് ആളുകൾ, വേറെയും പല ആളുകൾ ബന്ധപ്പെട്ടു. അതുമായി ബന്ധപ്പെട്ട ഈ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ ബന്ധപ്പെട്ടു. അവർ പറഞ്ഞു ശരിയാണ് പറഞ്ഞത്, പക്ഷേ അതിൽ മുഴുവനായിട്ടും ട്രേഡേഴ്സിൻ്റെ ബ്രോക്കേഴ്സിൻ്റെ പ്രശ്നമല്ല. ഇത് കൂടുതലും മനസ്സിലാക്കാതെ ഇതിൽ സംഭവിക്കുന്ന പ്രധാനപ്പെട്ട ചില പോയിന്റുകളുണ്ട്. നമ്മളിതിന് നിൽക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് പോയിന്റുകൾ. അപ്പോൾ അങ്ങനെ ഇവരുടെയൊക്കെ സംസാരങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാക്കി, പിന്നെ എൻ്റെ അനുഭവത്തിൽ നിന്നും ഒക്കെ മനസ്സിലാക്കിയ ഒരു കാര്യം വെച്ചിട്ട് നമ്മൾ ട്രേഡിങ് തുടങ്ങുന്നതിന് മുൻപ് നമ്മൾ മനസ്സിലാക്കേണ്ട 1-2 കാര്യങ്ങൾ. നമുക്ക് ഒരു പ്ലാൻ ഉണ്ടായിരിക്കണം, ഒരു ട്രേഡിംഗ് പ്ലാൻ. അതായത് നമ്മൾ ഇപ്പോൾ ഒരു 1000 ദിർഹംസ് ഇട്ടാൽ നമുക്കൊരു മന്ത്ലി ഒരു 30% ഒക്കെ പ്രോഫിറ്റ് പ്രതീക്ഷിച്ചിട്ടുള്ളൊരു അങ്ങനെ ഒരു പ്ലാൻ വെക്കുക. ഒന്നാമത് അത്. പിന്നെ രണ്ടാമത്, നമ്മൾ ഗ്രീഡി ആവരുത്. മിക്ക ആളുകളും പറഞ്ഞതാണ്, ആളുകൾ ഇതിൽ ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് ഭയങ്കര ആർത്തി, അതായത് പെട്ടെന്ന് നമ്മൾ അപ്രതീക്ഷിതമായിട്ട് വലിയ ഡോളറൊക്കെ ചില സമയത്ത് ഒരു സ്ട്രാറ്റജിയും ഇത് ചെയ്യാതെ വെറുതെ അങ്ങനെ ഇട്ടപ്പോഴൊക്കെ ചിലപ്പോൾ അങ്ങനെയൊക്കെ കയറി കിട്ടും. അപ്പോൾ അതിൻ്റെ ആ ഒരു ഗ്രീഡിനെസ് ഉണ്ട്. പല സമയത്തും ലോസ് നോക്കാതെ അങ്ങനെ വെയിറ്റ് ചെയ്തൊക്കെ പോവും. അങ്ങനെ അവസാനം ഇതിൻ്റെ ഒരു സ്ട്രാറ്റജി മനസ്സിലാക്കി, ഇതിൻ്റെ ഒരു കാര്യങ്ങൾ ഒക്കെ മനസ്സിലാക്കിയിട്ട് നമ്മൾ ട്രേഡ് ചെയ്യണം. അപ്പോൾ ഒന്നാമത്തെ കാര്യം, നമുക്കൊരു പ്ലാൻ ഉണ്ടായിരിക്കണം ട്രേഡിങ്ങിന്. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഗ്രീഡി ആവരുത്, അതുപോലെ വറീഡ് ആവരുത്. മൂന്നാമത്തെ കാര്യം, നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നവർക്കുള്ളതാണ്. അതായത് സ്റ്റാർട്ട് ചെയ്യുന്ന ആരായാലും ഇത് പ്രാക്ടീസ് ചെയ്ത് ഉണ്ടാക്കേണ്ട ഒരു സ്കില്ല് കൂടിയാണ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. അതൊരു പക്ഷേ ചിലർക്ക് കണ്ടിന്യൂ ആയിട്ട് 5-6 മാസം ഈ ഒരു രീതിയിൽ ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. പക്ഷേ അത്രയും പണം നഷ്ടപ്പെടുത്തിയിട്ട് നമുക്ക് ആ ഒരു സ്കില്ല് കിട്ടിയോണ്ട് കാര്യമില്ല. അതിന് നമുക്ക് പറ്റിയൊരു ഓപ്ഷൻ എന്താ വെച്ചാൽ, ഞാനിപ്പോൾ പറയാൻ പോകുന്ന ആ ഒരു പ്ലാറ്റ്ഫോമിലാണെന്നുണ്ടെങ്കിലും അതുപോലെ മറ്റുള്ള പല പ്ലാറ്റ്ഫോമുകളിലാണെന്നുണ്ടെങ്കിലും ഡെമോ അക്കൗണ്ട് കിട്ടും. അപ്പോൾ ഈ ഡെമോ അക്കൗണ്ടുകളിൽ നമ്മൾ ട്രേഡ് ചെയ്തുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ മാർക്കറ്റ് മനസ്സിലാക്കുക. അതിൽ നമുക്ക് പ്രോഫിറ്റ് എടുക്കാൻ പറ്റില്ല, പക്ഷേ നമ്മളത് സെല്ലിടുകയും ബൈ ഇടുകയും അതിൻ്റെ പ്രോഫിറ്റും സ്റ്റോപ്പ് ലോസും കാര്യങ്ങളൊക്കെ വെച്ച് നമുക്ക് ഇതിൻ്റെ ഒരു മാർക്കറ്റ് കുറേ അതിൽ ചെയ്തുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാനും പഠിക്കാനും പറ്റും. പിന്നെ അതിനോട് കൂടെ തന്നെ ഇതിനെക്കുറിച്ചിട്ടുള്ള ഇതിൻ്റെ ടെക്നിക്കൽ ടേംസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ തന്നെ റെഫർ ചെയ്ത് യൂട്യൂബിലാണെങ്കിലും ഇതുപോലെ അവൈലബിൾ ആയിട്ടുള്ള പല സ്ഥലങ്ങളിൽ നിന്നും നമ്മൾ കണ്ടെത്തുകയും വേണം. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം മനസ്സിലാക്കി ഡെമോയിൽ കുറേ ചെയ്തതിന് ശേഷം സ്റ്റാർട്ടിങ്ങിൽ വേണമെങ്കിൽ വളരെ ചെറിയ എമൗണ്ടിൽ മാത്രം $50 മുതൽ വരെ ഉള്ള രീതിയിൽ നമുക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ആ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം നിങ്ങൾ ട്രേഡിങ്ങിൻ്റെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ. ഓക്കെ, അപ്പോൾ നമുക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന സംഭവങ്ങൾ എങ്ങനെയാണ് എന്നുള്ള രീതിയിലേക്ക് പോകാം. ഞാനും ഇതിലൊരു തുടക്കക്കാരനാണ്. നമ്മളിതൊരു വലിയ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടെക്നിക്കൽ നോളേജ് ഉള്ള ആളൊന്നല്ല ഇതിൽ. അപ്പം ഞാൻ ഈ ഒരു പ്ലാറ്റ്ഫോം വഴി ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ആ പ്ലാറ്റ്ഫോമിൻ്റെ റെഫറൽ ലിങ്ക് എന്നെ വാട്സപ്പിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ തരാം. അതിൽ പോയിട്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക. നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അതുപോലെ തന്നെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പേഴ്സണലായിട്ട് ബന്ധപ്പെട്ട കാര്യം എന്താ വെച്ചാൽ, നമുക്ക് കണ്ടിന്യൂ മുന്നോട്ട് പോകുമ്പോഴും കോൺടാക്ട് ചെയ്തുകൊണ്ട് അതുകൊണ്ട് ഒരു ചെറിയൊരു കമ്മ്യൂണിറ്റി എന്നുള്ള രീതിയിൽ നമുക്ക് ഈ ഒരു ട്രേഡിങ് കൊണ്ടുപോകാം. ചെറിയ രീതിയിൽ നമുക്ക് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഞാനും പഠിക്കുകയാണ്, അപ്പോൾ നിങ്ങളും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടൊക്കെ കൊണ്ടുപോകാം. അപ്പോൾ അതിന് താല്പര്യപ്പെടുന്നവരുണ്ടെങ്കിൽ പേഴ്സണലായിട്ട് ബന്ധപ്പെടുക. നമുക്ക് അതെങ്ങനെയാണെന്നുള്ളത് അങ്ങോട്ടുകൊണ്ട് സംസാരിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാം. ഞാൻ ഈ തരുന്ന റെഫറൽ ലിങ്ക് വെച്ചിട്ട് രജിസ്റ്റർ ചെയ്യാം. അത് നമുക്ക് ആ ലിങ്കിൽ നിന്ന് നേരെ വെബ്സൈറ്റിലേക്കാണ് പോകുന്നത്. വെബ്സൈറ്റിൻ്റെ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും. വെബ്സൈറ്റിനെ കുറിച്ചൊക്കെ ഒന്ന് നോക്കി മനസ്സിലാക്കിയ ഓപ്പൺ അക്കൗണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ പ്രോസസ്സിലേക്ക് പോകും. അതിൽ ഫസ്റ്റ് കാണിക്കുന്നത് കൺട്രി സെലക്ട് ചെയ്യാനാണ്. അപ്പോൾ നമ്മൾ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് UAE സെലക്ട് ചെയ്യുക. അടുത്തത് നമ്മുടെ ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുക. എന്നിട്ട് നമ്മളൊരു പാസ്വേഡും കൊടുക്കുക.
ഇത് കഴിഞ്ഞ് നമുക്ക് നമ്മുടെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. നമുക്ക് രജിസ്റ്റർ എന്ന് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ സംഭവം രജിസ്റ്റർ ആയി കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. സംഭവം രജിസ്റ്റർ ആയി കഴിഞ്ഞു. പിന്നെ നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിൽ കാണിക്കുന്നത് ഡെമോ അക്കൗണ്ട് ആണോ റിയൽ അക്കൗണ്ട് ആണോ. അപ്പോൾ നമുക്ക് ഡെമോ അക്കൗണ്ട് സെലക്ട് ചെയ്യുക സ്റ്റാർട്ടിങ്ങിൽ. അപ്പോൾ അത് കഴിഞ്ഞു. നമുക്ക് ഇനി നേരെ മൊബൈലിൻ്റെ ആപ്ലിക്കേഷൻ സ്റ്റോർ, ആൻഡ്രോയിഡ് ആണെന്നുണ്ടെങ്കിൽ പ്ലേ സ്റ്റോറിലേക്ക് പോവുക, അല്ല ആപ്പിൾ ആണെങ്കിൽ ആപ്പിൾ സ്റ്റോറിലേക്ക് പോവുക. അവിടെ നമ്മൾ എക്സ്നെസ് EXNESS എന്നടിച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈ ആപ്ലിക്കേഷൻ കിട്ടും. ആ എക്സ്നെസ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ നമ്മൾ ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തിട്ട് രജിസ്റ്റർ എന്ന് പറയുന്നതിലേക്ക് പോവേണ്ട, നമ്മൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്തു. സൈൻ ഇൻ എന്നുള്ളതിൽ പോയിട്ട് നമ്മളവിടെ കൊടുത്ത യൂസർ നെയിമും പാസ്വേഡും, അതായത് നമ്മുടെ മെയിൽ അഡ്രസ്സും പാസ്വേഡും കൊടുത്ത് സൈൻ ഇൻ ചെയ്യുക. സൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു പാസ് കോഡിന് ചോദിക്കും. അതും സെറ്റ് ചെയ്യുക. നമുക്ക് ഫേസ് ID കൊടുക്കണമെങ്കിൽ നെക്സ്റ്റ് ഫേസ് IDയും അതിൽ കൊടുത്തിട്ട് നമ്മൾ അക്കൗണ്ട് ഓപ്പണിലേക്ക് ആ ഒരു പ്ലാറ്റ്ഫോമിൽ നമ്മൾ കയറി. അക്കൗണ്ട്സ്, ട്രേഡ്, മാർക്കറ്റ്സ്, നമ്മുടെ പ്രൊഫൈലൊക്കെ കാണാം. അപ്പോൾ നമ്മൾ പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വെരിഫൈ ഇമെയിൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അവിടെയാണ് നമ്മൾ ബാക്കിയുള്ള ഡീറ്റെയിൽസ് കൊടുക്കേണ്ടത്. നമ്മളെ മെയിൽ അഡ്രസ്സ് വെരിഫൈ ചെയ്യുക. അതിന് നമ്മൾ മെയിലിലേക്ക് ഒരു OTP വരും. ആ OTP കൊടുത്ത് നമ്മൾ വെരിഫൈ ചെയ്യുക. അതിനുശേഷം നമ്മുടെ ഫോൺ നമ്പർ കൊടുക്കണം, അതും വെരിഫൈ ചെയ്യണം. അതിനുള്ള മെസ്സേജും വന്ന് നമ്മളവിടെ വെരിഫൈ ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകും. പിന്നീട് നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ആ പേഴ്സണൽ ഡീറ്റെയിൽസ് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് നമ്മുടെ ഇൻകം, നമ്മുടെ സോഴ്സ് എന്താണ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ചോദിച്ചു. നമ്മൾ ഏറ്റവും ചെറിയ 0 to 2000 ആ $1 ഇതുണ്ട്, അത് സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് അതിൽ ചോദിക്കുമ്പോൾ മനസ്സിലാവുമല്ലോ. ആ കാര്യങ്ങൾ നോക്കി സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് സ്റ്റെപ്പിൽ വരുന്നതാണ് നമുക്ക് വെരിഫിക്കേഷന് വേണ്ടിയിട്ട് നമ്മുടെ ഡോക്യുമെൻറ്റ്സ് ചോദിക്കും. നമുക്ക് എമിറേറ്റ്സ് ID ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ കൊടുക്കാം, അതുപോലെ പാസ്പോർട്ട്, വിസ പേജ് ഒക്കെ കൊടുക്കാം. അപ്പോൾ ഫസ്റ്റിലത്തതിൽ എമിറേറ്റ്സ് ID കൊടുക്കുക. നെക്സ്റ്റ് സ്റ്റെപ്പിൽ 2 ചോദിക്കുന്നുണ്ട്. അവിടെ നമുക്ക് നമ്മുടെ 6 month ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ട് അത് അറ്റാച്ച് ചെയ്യുക. പിന്നെ നമുക്ക് ആദ്യത്തെ എമിറേറ്റ്സ് ID ആണ് കൊടുത്തതെങ്കിൽ അത് വെരിഫൈ ആയെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പിൽ വരുന്ന 2 ഓപ്ഷൻസിൽ ഫസ്റ്റിൽ നമ്മൾ 6 month നമ്മുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ പാസ്പോർട്ട് കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ പേരിൽ ഇലക്ട്രിസിറ്റി ബില്ലോ, നമുക്ക് ടെലിഫോൺ ബില്ല്, ഇത്തിസലാത്തിൻ്റെ പോസ്റ്റ് പെയ്ഡ് ബില്ലുകൾ ഉണ്ടെങ്കിൽ അത് അറ്റാച്ച് ചെയ്യാം. ലേറ്റസ്റ്റ് ബില്ലുകൾ അറ്റാച്ച് ചെയ്യുക. ഒരു 5 to 10 മിനിറ്റ്സിനുള്ളിൽ വെരിഫൈ ആവേണ്ടതാണ്. എന്തെങ്കിലും കാരണവശാൽ നമ്മുടെ ഡോക്യുമെൻറ്റ്സിൻ്റെ കാര്യങ്ങളാൽ അവർ ചോദിക്കുന്നുണ്ടെങ്കിൽ അത് മാറ്റി കൊടുത്ത് നോക്കുക. എന്നിട്ട് സംഭവം വെരിഫൈ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വെരിഫൈഡ് എന്നുള്ള ഓപ്ഷൻ മെയിലും വരും. അതുപോലെ തന്നെ നമുക്ക് അവിടെ കാണാൻ കഴിയും. അത് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് നെക്സ്റ്റ് നമ്മൾ വേണമെന്നുണ്ടെങ്കിൽ, നിങ്ങളോട് ആരോടത്തും ഞാൻ പറയില്ല, നിങ്ങൾ അറിയാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരു എമൗണ്ട് ഇപ്പം തന്നെ ഇട്ടിട്ട് ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അറിയാത്ത ആളെങ്കിൽ അതിൽ ഡെമോ അക്കൗണ്ട് സെലക്ട് ചെയ്തുകൊണ്ട് ഡെമോ അക്കൗണ്ടിൽ നിങ്ങൾക്ക് ട്രേഡിങ് നമുക്ക് പഠിക്കാൻ പറ്റും. ചെയ്തിട്ട് തന്നെ പഠിക്കാം. അത്യാവശ്യം ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഒരു $50 ഇട്ടിട്ട് ചെയ്യാൻ തോന്നുകയാണെങ്കിൽ $50 ഇട്ടിട്ട് ചെയ്യുക. അതിൽ ഡെപ്പോസിറ്റ് എന്ന് പറയുന്നതാണ് ബാങ്ക് കാർഡിൽ നിന്ന് നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യാം. അതേ അക്കൗണ്ടിലേക്ക് തന്നെ വിഡ്രോവലും വരും. ഞാൻ കൊടുത്തിട്ട് ഇനി ഞാൻ വിഡ്രോ ചെയ്ത് എൻ്റെ അക്കൗണ്ടിലേക്ക് തന്നെ വന്നതാണ്. 3.8 വേറെ പണമൊന്നും എടുക്കുന്നില്ല, കമ്മീഷൻ ചാർജൊന്നും ഇതിൽ എടുക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്ത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ഇതിൻ്റെ എന്ത് നോക്കിയിട്ടാണ് നമ്മൾ ഒരു സാധനം നമ്മൾ വാങ്ങിക്കാൻ നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ എന്ത് നോക്കിയിട്ടാണ് നമ്മൾ വാങ്ങിക്കുക? മാർക്കറ്റ് ഇതിപ്പോൾ വാങ്ങിച്ചാൽ കുറച്ച് കഴിഞ്ഞാൽ അത് പ്രോഫിറ്റ് കിട്ടുമെന്ന് നോക്കിയിട്ടില്ല. അപ്പോൾ അതിലവിടെ ഗ്രാഫുകളും അതിൽ കുറേ സംഭവങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എല്ലാം കൂടി ഞാൻ ഇതിൽ പറയുന്നില്ല. കുറച്ചൊക്കെ എനിക്കും അതിനെക്കുറിച്ച് അറിയുള്ളൂ. അറിയുന്നവരുണ്ടെങ്കിൽ നിങ്ങളും കമൻറ്റ് ചെയ്യുക. നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ ചെറിയ രീതിയിൽ എനിക്ക് കിട്ടിയ ഒരു ധാരണ വെച്ചിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളോട് പറയാനുള്ളത്. ട്രേഡിങ് ചെയ്യാൻ താല്പര്യപ്പെടുന്നവരുണ്ടെങ്കിൽ പണം അധികം ഇടാതെ തന്നെ ചെറിയ രീതിയിൽ ട്രേഡ് ചെയ്ത് ഒരുപാട് സമയം എടുക്കുക. ഇതിന് പറഞ്ഞല്ലോ, കൂടുതൽ കിട്ടണം എന്നിട്ട് തോന്നിയിട്ട് വല്ലാണ്ടിട്ട് ആർത്തി കാണിച്ചാൽ എല്ലാം കൂടി അടിച്ചു പോകും. ഒരുപാട് ആളുകളുടെ അനുഭവം കേട്ട് കഴിഞ്ഞാൽ ആളുകൾ അതിനെക്കൊണ്ട് ബുദ്ധിമുട്ടുന്ന അനുഭവങ്ങൾ, അത്രയും പൈസ ഇട്ടുകൊണ്ട് കിട്ടുമെന്നുള്ള പേരിലിട്ടിട്ട് കാർഡെന്നും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഒരിക്കലും ക്രെഡിറ്റ് കാർഡിൽ നിന്നൊന്നും ലോണായിട്ടുണ്ട് നമ്മളെ അടുത്ത് ഒരു $250 എന്ന് പറഞ്ഞാൽ 190 ദിർഹംസേ വരുന്നുള്ളൂ. അത് എടുത്ത് ചെയ്യാൻ പറ്റുന്നവരുണ്ടെങ്കിൽ അതിട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ട്രേഡിങ് മാത്രമല്ല, ഒരുപാട് പല വീഡിയോസും ട്രാവലൊക്കെ ഇതിൽ സാമ്പാർ ആയതുകൊണ്ട് പലതരത്തിലുള്ളത് വരും. അങ്ങനെയാണ്. അപ്പോൾ ഓക്കെ, ബൈ. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം.